ഹരി ഓം. ഹസ്താമലക സ്തോത്രം എന്ന കൃതിയാണ് നാം വിചാരത്തിന് സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു സ്തോത്രകൃതിയാണ് എന്ന് പറയാൻ സാധിക്കുമോ? സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രൈസ് ചെയ്യുക, സ്തുതിക്കുക എന്നാണ്. ഒന്നിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് സ്തുതി. ഒന്നിൻ്റെ മികവിനെക്കുറിച്ച് പ്രതിപാദിക്കുക. വാസ്തവ കഥനത്തെ സ്തുതി എന്ന് പറയാമോ? അങ്ങനൊരു സംശയമുണ്ട്. ഇവിടെ വസ്തുതാ കഥനമാണ് സംഭവിക്കുന്നത്. ഡിക്ലറേഷൻ ഓഫ് ദി സെൽഫ്, ആത്മതത്വത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ആത്മതത്വത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് ഇവിടെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഉപയോഗിച്ച് നിശ്ചയമായും നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സ്തുതി എന്ന കൃതിക്ക് അപ്പുറത്ത് മാനം ഉള്ളതാണ്, ഡയമെൻഷൻ പരിഗണിക്കേണ്ടതാണ് എന്ന് സാരം. സ്തുതി എന്ന് പറയുകയാണെങ്കിൽ തന്നെയും ദേവതാവിശേഷങ്ങളെ സ്തുതിക്കുകയല്ല, മറിച്ച് സ്വരൂപത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് നടത്തുന്നത്. അറിവിൻ്റെ പ്രഖ്യാപനമാണ് നടത്തപ്പെടുന്നത്. അന്വേഷണം കസ്ത്വം, നീ ആരാണ്, ആരുടേതാണ്, എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോണു എന്നൊക്കെ ആചാര്യസ്വാമികൾ അനുബന്ധമായി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങളെ ഒന്നും ആത്മപ്രഖ്യാപന വിഷയത്തിൽ പരിഗണിക്കാൻ പറ്റില്ല. എല്ലാ സംബന്ധങ്ങളും, വേരിയസ് ഐഡൻറ്റിഫിക്കേഷൻസ്, ഐഡൻറ്റിറ്റീസ്, അതൊക്കെ ശരീരാധിഷ്ഠിതമായി നമ്മുടെ വ്യവഹാരത്തിൽ ഉള്ളതാണ്. ഇവിടെ നിരുപാധികമായ യാതൊരു തരത്തിലുള്ള കളങ്കവുമില്ലാത്ത നിർവികൽപകമായ ഏകമായ സത്തയെയാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ബാക്കി ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കഥയുടെ പശ്ചാത്തലമനുസരിച്ച് ഒരു ബാലകൻ ആചാര്യസ്വാമികളെ നമസ്കരിച്ചു. അപ്പോഴാണ് ചോദ്യം ഉന്നയിക്കപ്പെട്ടത്. കാരണം നമസ്കരിക്കുന്ന സമയത്ത് പ്രസ്താവിക്കണം എന്നാണ്. അഹം, ഞാൻ ഇന്ന ഗോത്രത്തിൽ പിറന്ന ഇന്ന പേരോടുകൂടിയ വ്യക്തിയാണ് എന്നൊക്കെ അഭിവാദനം ചെയ്യുന്നതിന് ചില നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകളൊന്നും അനുസരിച്ചിട്ടില്ലല്ലോ ബാലൻ എന്ന അർത്ഥത്തിലാവാം ചോദ്യം. ഈ ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. കസ്ത്വം എന്ന വിഷയത്തിൽ ഉത്തരം പറയുന്നതോടെ ആ ഉത്തരം സവിശേഷമായ ഉത്തരമല്ല, സാമാന്യ ഉത്തരം ആവുന്നു. സവിശേഷം എന്ന് പറഞ്ഞാൽ പലതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒന്നിനെക്കുറിച്ചുള്ള പ്രതിപാദനം എന്ന അർത്ഥത്തിലെടുക്കാം. സാമാന്യം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും സാരവത്തായി കുടികൊള്ളുന്ന തത്വത്തെയാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു പൊതുതത്വമാണ് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിലയ്ക്കും വിശേഷണങ്ങൾക്കപ്പുറത്ത് നിരുപാധികമായി പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് കസ്യ, കുതോസിഗന്ത എന്നിത്യാദി, കുത ആഗതഃ എന്നിത്യാദി ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാവുന്നു.
ആത്മാവിനെ കുറിക്കുന്ന പ്രഖ്യാപനമാണ്, പ്രസ്താവനയാണ്. മറ്റൊരു തരത്തിൽ ശരിയായ അറിവിനെ സംബന്ധിക്കുന്ന പ്രസ്താവനയാണ്, സ്തുതിയാണ് എന്നും പറയാം. ഏതൊരു അറിവാണ് നാം സ്വരൂപസംബന്ധിയായി പുലർത്തേണ്ടത് അത് പറഞ്ഞു തരുന്നു. അറിവ് രണ്ട് പ്രകാരത്തിലുണ്ട് എന്ന് ഉപനിഷത്ത് പ്രസിദ്ധമാണ്, എന്ന വസ്തുത ഉപനിഷത്ത് പ്രസിദ്ധമാണ്. അപരാവിദ്യ, പരാവിദ്യ. അപരാവിദ്യ എന്ന് പറഞ്ഞാൽ നോളജ് എബൌട്ട് ദി എക്സ്റ്റേണൽ വേൾഡ്, ബാഹ്യ പ്രപഞ്ചത്തെ സംബന്ധിച്ച വിവിധ ജ്ഞാനങ്ങൾ അപരാ, ലോവറാണ് കമ്പാരിറ്റീവ്ലി. സബ്ജക്റ്റീവ് നോളജ് ഈസ് superior to objective knowledge. ബാഹ്യ വിഷയാധിഷ്ഠിത വിജ്ഞാനം അത് താരതമ്യേന ലഘുവാണ്, ഗൗരവം കുറഞ്ഞതാണ്. ആത്മവിഷയകമായ അറിയുന്ന ആളെ സംബന്ധിച്ചുള്ള അറിവിനെ പരിഗണിക്കുമ്പോൾ ഇവിടുത്തെ ചർച്ചാ വിഷയം സബ്ജക്റ്റീവ് നോളജാണ്. ഇവിടെ ജ്ഞാനം പ്രകീർത്തിതമാകുന്നു, അല്ലാതെ ഈശ്വരസ്തുതിയോ അല്ലെങ്കിൽ ഒരു മഹാത്മാവിനെ സ്തുതിക്കുകയോ ഒന്നുമല്ല, മറിച്ച് സ്വരൂപ പ്രഖ്യാപനമാണ്, പരാജ്ഞാനമാണ് ഇവിടെ അനാവൃതമാകുന്നത്. പരോക്ഷ ജ്ഞാനം എന്നൊരു ജ്ഞാനമുണ്ട്. അതാണ് നമ്മുടെ എല്ലാ അറിവുകളും ആ പട്ടികയിൽപ്പെടുന്നു, പരോക്ഷജ്ഞാനത്തിൻ്റെ പട്ടികയിൽപ്പെടുന്നു. ഇത് അപരോക്ഷ ജ്ഞാനമാണ്, നമ്മിൽ നിന്ന് അന്യമല്ലാത്ത അനന്യമായ തത്വത്തെ പ്രതിപാദിക്കുന്ന അറിവാണ്. അങ്ങനെ ഭഗവത്പാദർ ഉന്നയിച്ച കസ്ത്വം ശിശോകസ്യ കുതോസി ഗന്താ കിം നാമതേ ത്വം കുത ആഗതോസി ഏതന്മയോക്തം വദചാർഭഗത്വം മത്പ്രീതയേ പ്രീതിവിവർദ്ധനോസി. എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് ഈ വസ്തുതകളൊക്കെ പറഞ്ഞാലും എന്ന് മുഖ്യമായ ഒരു ചോദ്യവും അവാന്തരമായ അപ്രസക്തങ്ങളായ മറ്റു ചോദ്യങ്ങളും ആചാര്യസ്വാമികൾ ചോദിച്ചു. മുഖ്യമായ ചോദ്യം ചോദിച്ചത് ഈ ബാലകൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ്. അവാന്തര ചോദ്യങ്ങൾ ചോദിച്ചത് മറ്റുള്ളവരുടെ വ്യവഹാര രീതിയെ അവലംബിച്ചാണ് എന്ന് പറയാം. ബാലകൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിയ ആചാര്യസ്വാമികൾ കസ്ത്വം എന്ന ചോദ്യം മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. കസ്യ കുതോസി ഗന്ത എന്നിത്യാദി ചോദ്യങ്ങളൊക്കെ നമ്മളൊക്കെ സാധാരണ ചോദിക്കാറുള്ളത് എന്ന നിലയിൽ മറ്റുള്ളവരുടെ വ്യവഹാരത്തെ അനുസരിച്ച് ചോദിച്ചതായിരിക്കും. മത്പ്രീതയേ ഏതത് വദ, എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് ഇതൊക്കെ പറഞ്ഞാലും എന്ന് ആവശ്യപ്പെട്ടു. നാഹം മനുഷ്യോ ന ച ദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഃ ന ബ്രഹ്മചാരി ന ഗൃഹീവനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ. പേരെന്താ, എവിടെന്നാ എന്നിത്യാദി ചോദ്യങ്ങളൊക്കെ അങ്ങ് ചോദിക്കുകയുണ്ടായില്ലേ. ടു ബി ഫ്രാങ്ക്, ഞാൻ മനുഷ്യനെ അല്ല. സ്വാഭാവികമായിട്ടും മനുഷ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പിന്നെ പ്രസക്തിയില്ല. ഓ, അപ്പോൾ യക്ഷനോ ദേവനോ അതൊന്നുമല്ല. ഇതൊക്കെ ശരീരാധിഷ്ഠിതമായി സ്ഥൂല സൂക്ഷ്മ ശരീരാധിഷ്ഠിതമായി വന്നു ചേരുന്ന വിശേഷണങ്ങളാണ്. അതൊന്നും ഞാനല്ല. വീണ്ടും വ്യക്തമാക്കുന്നു, വർണ്ണാശ്രമധർമ്മങ്ങൾ വെച്ചും എനിക്ക് എന്നെ കൽപ്പിക്കാൻ പറ്റില്ല. ബ്രാഹ്മണനെന്നും
ബ്രഹ്മചാരിയെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും ഗൃഹസ്ഥനെന്നും വാനപ്രസ്ഥിയെന്നും സന്യാസി എന്നൊന്നും എന്നെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്താ അർത്ഥത്തിൽ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞു തരും? പറയുന്നു, നിജബോധരൂപ. ആകെ ഒരു പ്രസ്താവന അത് നടത്താൻ സാധിക്കുക, അതും വാക്കുകൾ കടമെടുത്തുകൊണ്ട്, വ്യാവഹാരിക ഭാഷയെ കടമെടുത്തുകൊണ്ട് എന്നെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിജബോധരൂപ എന്നതാണ്. ഇവിടെ വാക്കിനെ കടമെടുത്ത് പറയാൻ എന്ന് പറയാൻ കാരണം, ന തത്ര വാഗ്ഗച്ഛതി, വാക്കിന് അവിടെ ചെല്ലാൻ സാധിക്കില്ല എന്ന്. വാക്കിന് അവിടെ ചെല്ലാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം വാക്കുകൊണ്ട് അത് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പറഞ്ഞൂലോ എന്നാണെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സൗകര്യത്തെ മാക്സിമം ഉപയോഗിച്ച് പറയുകയാണ്. നിജബോധരൂപ, ബോധം. ബോധം എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ അറിവ്, അത് മാത്രമാണ് ഞാൻ. ബാക്കിയെല്ലാം കൽപ്പനകളാണ്. കൽപ്പിതങ്ങളായിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ യാതൊരു ബോധസ്വരൂപനാൽ അറിയപ്പെടുന്നുവോ ആ ബോധസ്വരൂപത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാൻ വേണ്ടി, അന്തർമുഖമാക്കാൻ വേണ്ടിയാണ് ഈ ശ്ലോകത്തെ നാം പ്രയോജനപ്പെടുത്തേണ്ടത്. ശ്ലോകത്തിൻ്റെ മനനം എന്ന് പറയുന്നത് നിഷേധത്തിൻ്റെ രീതിയെ അവലംബിച്ച് സ്വരൂപവിചാര അഭ്യാസത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ്. കൽപ്പിതങ്ങളായിട്ടുള്ള ഒരുപാട് അഭിമാനങ്ങളും ആ അഭിമാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഭാരവും ആ ഭാരത്തിൻ്റെ വിവിധ പ്രകാരത്തിലുള്ള വ്യവഹാരങ്ങളും വേദനകളും, ഇതൊക്കെയാണ് ഇന്ന് നാം. ഈ കൽപ്പിതാഭിമാനങ്ങളും ഭാരവും വേദനയുമൊക്കെ നിഷേധിക്കപ്പെടേണ്ടതാണ്. ആസ് ഫാർ ആസ് അവർ റിയൽ നേച്ചർ ഈസ് കൺസേൺ, ഇതൊന്നും തന്നെ ബാധകമേ ആവുന്നില്ല. അഥവാ ഇതൊക്കെ ബാധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ എല്ലാറ്റിനെയും നിഷേധിച്ചാൽ നിഷേധാവധിയിൽ ഭിക്ഷുർന ചാഹം നിജബോധരൂപ, ഞാൻ ബോധരൂപമാണ്. ബോധരൂപം എന്ന പ്രസ്താവനയിലും വികൽപ്പങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്താണ് അറിയുന്നത്? അറിയപ്പെട്ടതെന്ന് രണ്ടാമതൊന്നുണ്ടോ? അറിയുക എന്ന പ്രക്രിയയുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വന്നാൽ അതൊക്കെ ദ്വൈത അധ്യാസങ്ങളാവും, ഇമ്പോസിഷൻസ് ആവും. അതൊക്കെ നിഷേധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുക. അല്ലെങ്കിൽ ഈ ഒറ്റ ശ്ലോകം മതിയായിരുന്നു. പക്ഷേ തിരിച്ചും മറച്ചും മനനാഭ്യാസം കൊണ്ട് സ്വരൂപനിഷ്ഠ കൈവരുത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ആചാര്യസ്വാമികൾ ചോദിച്ചത് ആചാര്യസ്വാമികൾക്ക് അറിയാൻ വേണ്ടി മാത്രമല്ലല്ലോ. അപ്പോൾ പിന്നെ കേൾക്കുന്നവർക്കൊക്കെ എക്കാലത്തേക്കും ഉപകാരമാവട്ടെ. ഇപ്പോൾ കേൾക്കുന്ന അച്ഛനും അമ്മയും ഈ കുട്ടി തരക്കേടില്ലല്ലോ എന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് ആരംഭിക്കും. പക്ഷേ പോകെ പോകെ എൻ്റെ മകൻ എന്താ പറഞ്ഞത് എന്ന് മനനം ചെയ്ത് അവരറിയുന്ന മുറയ്ക്ക് അവർക്കും സ്വരൂപനിഷ്ഠയുണ്ടാവും. ആചാര്യസ്വാമികൾ പ്രസ്താവിക്കുന്നു, ഇത് ഹസ്താമലകീയ സ്തോത്രമാണ്
അന്നിലയിൽ വിചാരം ചെയ്യപ്പെടട്ടെ വ്യാപകമായിട്ട്, അങ്ങനെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഠിതാക്കൾക്കും മനനാഭ്യാസത്തിന്, നിരന്തര അനുധ്യാനത്തിന് അവസരം ലഭിച്ചിരിക്കുന്നു. നിമിത്തം മനഃചക്ഷുരാദിപ്രവൃത്തൗ നിരസ്ഥാഖിലോപാധിരാകാശകൽപഃ രവിർലോകചേഷ്ടാ നിമിത്തം യഥായഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. രണ്ടാമത്തെ ശ്ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട വരി, സൂചനകളെല്ലാം പ്രധാനം തന്നെ, പക്ഷേ നിത്യ ഉപലബ്ധം അത് ഗംഭീരമായ ഒരു സൂചകമാണ്. നിത്യം ഉപലബ്ധമായത് യാതൊന്ന് എന്ന് അന്വേഷിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ റെലവൻ്റായ പ്രസക്തമായ മറ്റു വസ്തുതകൾ അതൊക്കെ ആഗമ അപായിനങ്ങളാണ്, വന്നു പോകുന്നവ ആണ്. അതൊന്നുമല്ല ഞാൻ. നിത്യമായി ഉപലബ്ധമായിട്ടുള്ളതാണ് ഞാൻ. ജാഗ്രതാവസ്ഥാപ്രസക്തം, സ്വപ്നാവസ്ഥാപ്രസക്തം, സുഷുപ്ത്യവസ്ഥാപ്രസക്തം, ഇങ്ങനെ എല്ലായ്പ്പോഴും പ്രസക്തമായിട്ടുള്ള റെലവൻ്റായിട്ടുള്ള തത്വമേതോ ജാഗ്രത ലോകം സ്വപ്നലോകത്തിൽ പ്രസക്തമല്ല, സ്വപ്നലോകം ജാഗ്രത ലോകവും സുഷുപ്തി ലോകത്തിൽ പ്രസക്തമല്ല. ഗാഠനിദ്രയിൽ നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ, ഇങ്ങനെ നിത്യ ഉപലബ്ധമായ ബോധമാകുന്നു ആത്മാവാകുന്നു ഞാൻ. നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. ഇനി എങ്ങനെയാണ് ഞാൻ ബാഹ്യലോകത്തിൽ പ്രസക്തനായിരിക്കുന്നത്, പ്രസക്തയായിരിക്കുന്നത്? ബാഹ്യലോകവുമായിട്ടുള്ള എൻ്റെ പ്രസക്തിയെ നിമിത്തം മനഃചക്ഷുരാദിപ്രവൃത്തൗ, എൻ്റെ ഉപാധികളായിട്ടുള്ള മനസ്സ്, അതുപോലെ ചക്ഷുസ് ആദി ബാഹ്യ ഇന്ദ്രിയങ്ങളും അന്തരിന്ദ്രിയങ്ങളും അന്തഃകരണവും ബാഹ്യകരണങ്ങളും ഒക്കെ യാതൊരു ചൈതന്യ പ്രഭാവം കൊണ്ട് പ്രവർത്തനശേഷി ഉള്ളതായിരിക്കുന്നു. നിമിത്തം, നിമിത്തം യാതൊന്നു നിമിത്തമായിട്ട് മനഃചക്ഷുരാദി പ്രവൃത്തോ, മനഃചക്ഷുരാദികൾക്ക് ആദികളുടെ പ്രവൃത്തികൾക്ക് നിമിത്തമായിട്ട് യാതൊന്നോ. നിരസ്ഥാഖിലോപാധിരാകാശകൽപ്പഃ, അതിനെക്കുറിച്ച് എങ്ങനെ കൽപ്പിക്കും? അതിന് ഒരു ദൃഷ്ടാന്തം പറയാമെങ്കിൽ ആകാശം പോലെ. ആകാശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വൈവിധ്യ ദർശനത്തിൻ്റെ വ്യാവഹാരിക പശ്ചാത്തലത്തിൽ നിന്ന് കണ്ടെടുക്കാവുന്ന ബെസ്റ്റ് എക്സാമ്പിളാണ് ആകാശം. തത്വം എന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്നത്, സ്വരൂപം എന്ന് പറയുന്നത്, ബോധം എന്ന് പറയുന്നത് ഈവൺ ബിയോണ്ടാണ്. ആകാശത്തിൻ്റെ ഒരു പരിമിതി എന്താണ്? അതിന് സ്വതേ ചൈതന്യമില്ല. അത് ജഡാത്മകമാണ്, ഇനേർട്ടാണ്. പക്ഷെ ആകാശകൽപ്പഃ, അതിരുകളില്ലായ്മ കൊണ്ട്, നിരുപാധികത കൊണ്ട്. ആകാശത്തിന് ഉപാധികളില്ല, ഒന്നും അതിനെ മുറിക്കുന്നില്ല, അതിരുമില്ല. അപ്പം അതിരും ആഴവും, അതിരില്ലായ്മയും ആഴവും വ്യാപ്തിയും ഒക്കെ പരിഗണിച്ച്, നിരുപാധികതയും പരിഗണിച്ച് ആകാശം എന്ന് ഇതിനെക്കുറിച്ച് ഒരു ദൃഷ്ടാന്തമാവാം. രവിർലോകചേഷ്ടാ നിമിത്തം യഥായഃ. ഇനി ചക്ഷുരാദികളെ പ്രവർത്തിപ്പിക്കുന്നത്
ആത്മാവാകുന്നു എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു പ്രസക്തി മനസ്സിലാക്കുന്നതിന് വേണ്ടി മറ്റൊരു ദൃഷ്ടാന്തം. സൂര്യോദയത്തിൽ എങ്ങനെയാണോ സകല ലോകങ്ങളും ഉണർന്ന് സജീവമായി പ്രവർത്തിക്കുന്നത്, അതുപോലെ രവിർലോകചേഷ്ടാനിമിത്തം യഥായഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. അങ്ങനെ നിത്യം ഉപലബ്ധമായിട്ടുള്ള, ഉപലബ്ധം എന്ന് പറഞ്ഞാൽ എവർ അവൈലബിൾ സ്വരൂപമായിട്ടുള്ള ആത്മാവാണ് ഞാൻ. ക്ഷേത്രം ക്ഷേത്രീ സംബന്ധം 13-ാം അധ്യായത്തിൽ ഭഗവാൻ വർണ്ണിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ. യഥാലോകമിമം രവി, എപ്രകാരമാണോ ലോകത്തെ മുഴുവൻ സൂര്യൻ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ ക്ഷേത്രീ, ക്ഷേത്രജ്ഞനായിട്ടുള്ള തത്വം ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ ലോകം പ്രകാശിക്കപ്പെട്ടതാണ്, പ്രകാശിപ്പിക്കപ്പെട്ടതാണ്. അതിൻ്റെ പിറകിലെ പ്രകാശമാണ് നിത്യ ഉപലബ്ധമായ ആത്മാ സ്വരൂപോഹം, അത് ഞാനാണ്. യമഗ്നുഷ്ണവന്നിത്യബോധസ്വരൂപം മനഃചക്ഷുരാദീന്യബോധാത്മകാനി പ്രവർത്തന്ത ആശ്രിത്യ നിഷ്കമ്പമേകം സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. യമഗ്നുഷ്ണവന്നിത്യബോധസ്വരൂപം മനഃചക്ഷുരാദീന്യബോധാത്മകാനി പ്രവർത്തന്ത ആശ്രിത്യ നിഷ്കമ്പമേകം സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. വീണ്ടും സ നിത്യ ഉപലബ്ധി സ്വരൂപം അഹം ആത്മാ. സങ്കടങ്ങളെയൊക്കെ കുടഞ്ഞു കളയാനുള്ള ലളിത ഉപായം, അവനവനെ സംബന്ധിക്കുന്ന വിചാരനിഷ്ഠ. ഭഗവത്ഗീതയെ ഉദ്ധരിച്ചുകൊണ്ട് ആചാര്യന്മാർ ലോകവ്യവഹാരത്തെ ഉപേക്ഷിക്കരുതേ എന്ന് പറയും. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഒരു കാരണം ഞാൻ ബ്രഹ്മമാണ് എന്ന് അലസമായി അറിഞ്ഞ് ഒരു തരം നിശ്ചേഷ്ടതയെ അവലംബിച്ച് നശിച്ചു പോവുക, അതല്ല ലക്ഷ്യം. അതുകൊണ്ട് ജനകൻ്റെ ദൃഷ്ടാന്തവും സ്വദൃഷ്ടാന്തവും പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഗീതയിൽ നൈഷ്കർമ്മ്യത്തെ, നൈഷ്കർമ്മ്യ ആത്മസ്ഥിതിയെ നിശ്ചേഷ്ടതയുമായിട്ട്, ശരീരത്തിൻ്റെ പ്രവൃത്തിരാഹിത്യവുമായിട്ട് ബന്ധപ്പെടുത്തി അറിയരുതേ എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ മുക്തൻ്റെ ലക്ഷണം എന്താ? നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ എന്ന് ആത്മസ്വരൂപം വ്യക്തമായി അറിഞ്ഞ ആളുടെ ലക്ഷണം എന്താ? അയാൾ ലോകവ്യവഹാരത്തെ തുടരും. എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നവർക്ക് ഉത്തരം എന്താ? ചോദിക്കുന്നവർക്കുള്ള ഉത്തരം, ചോദിക്കുന്നവർക്കുള്ള ഉത്തരം ഈ ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപമാണ്. ആ ആനന്ദത്തിൻ്റെ ആവിഷ്കാരമായി ആൾ വ്യവഹരിക്കുന്നു. ലോകസംഗ്രഹാർത്ഥം അനുകമ്പ കൊണ്ട്. ഇപ്പം ലളിതമായി ധ്യാന വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, എന്നിൽ അനുകമ്പ വളരുന്നുണ്ടോ? എന്നിൽ പ്രവൃത്തി ഉത്സാഹം, സേവന സന്നദ്ധത അത് ഉളവാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് ഉറപ്പാക്കിയിട്ടാവട്ടെ ധ്യാനം.
തിരിച്ചായാൽ നിശ്ചേഷ്ടതയെ അവലംബിച്ച് കളയും. ഇവിടെയും ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. നിമിത്തം യമഗ്നിഷ്ണവത് നിത്യബോധസ്വരൂപം. അഗ്നിക്ക് ഉഷ്ണമെന്നതുപോലെ ഈ ആത്മതത്വത്തിൻ്റെ സ്വരൂപമാണ് ചൈതന്യം, ബോധം. അഗ്നിയിൽ നിന്ന് ഉഷ്ണത്തെ വേർതിരിക്കാൻ പറ്റില്ല. ഉഷ്ണത്തെ പിൻവലിച്ചു കഴിഞ്ഞാൽ അഗ്നിയില്ല. അഗ്നി തന്നെയാണ് ഉഷ്ണം. ഈ പ്രകാരമാണ് ആത്മാ ബോധസ്വരൂപമായിരിക്കുന്നത്. യമഗ്നി ഉഷ്ണവത് നിത്യബോധസ്വരൂപം മനഃചക്ഷുരാദീന്യബോധാത്മകാനി. ഇനി മനഃചക്ഷുസാദികളെ പരിഗണിച്ചാൽ മനസ്സ് തുടങ്ങിയ അന്ധകരണം, ചക്ഷു തുടങ്ങിയ ബാഹ്യകരണങ്ങൾ, ഇവയെ പരിഗണിച്ചാൽ അബോധാത്മകാനി. അവ അബോധകങ്ങളാണ്. അവയ്ക്ക് ചൈതന്യമില്ല. അവ ജഡങ്ങളാവുന്നു. അവയെ പക്ഷേ പ്രവർത്തന്ത. അവയൊക്കെ പ്രവർത്തനക്ഷമമായിരിക്കുന്നത് യം ആശ്രിത്യ, യാതൊന്നിനെ ആശ്രയിച്ചിട്ടാണോ. അപ്പം ആശ്രയിക്കപ്പെട്ട ആത്മസ്വരൂപം അതുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. യാതൊരു ആത്മതത്വത്തെ ആശ്രയിച്ച് ജഡാത്മകങ്ങളായ അബോധകങ്ങളായ ചൈതന്യമില്ലാത്ത ചക്ഷുരാദിബാഹ്യകരണങ്ങളും മനസാദി അന്ധക്കരണങ്ങളും പ്രവർത്തിക്കുന്നുവോ ആ ചൈതന്യം പക്ഷേ മൈൻഡ് യു എന്ന് പറയില്ലേ, നിഷ്കമ്പം. ഈ പ്രവൃത്തി അതിലൊരു ചലനവും സൃഷ്ടിക്കുന്നില്ല, സമ്മാനിക്കുന്നില്ല. പ്രവൃത്തിയില്ലല്ലോ. ചക്ഷുരാദി കരണങ്ങൾക്ക് പ്രവർത്തനശേഷി സ്വതേ ഇല്ലാത്തതുകൊണ്ട് അവയ്ക്ക് പ്രവർത്തനശേഷി എങ്ങനെ കൈവരുന്നു എന്നാണെങ്കിൽ അത് ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. പക്ഷേ ആ ബോധം നിഷ്കമ്പമാണ്. അതിൽ യാതൊരു ചലനവും ഇല്ല. ലോകവ്യവഹാരത്തോടൊപ്പം ആത്മാനുധ്യാന തത്പരത, അവനവനെ ആകാശകൽപ്പമായി നിരുപാധികമായി അനുധ്യാനം ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടതെന്താ? ലോകവ്യവഹാരത്തോടൊപ്പം വൺസ് ഇൻ എ വൈൽ എന്ന് പറയുന്നത് പോലെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ ആത്മതീർത്ഥത്തിൽ മുങ്ങി നിവരൂ. അലങ്കാരം കലർത്തി പറയുകയാണെങ്കിൽ അതിന് ഈ ശ്ലോകങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ ചെയ്തു, അത് കഴിഞ്ഞ് സ്വസ്ഥമായി വന്നിരുന്നു. എന്നിട്ടത് മുഴുവൻ നോക്കിയിട്ട് എൻ്റെ കരണങ്ങൾ പ്രവർത്തിച്ചു, ശരീരാദികൾ പ്രവർത്തിച്ചു, ഇന്ദ്രിയാദികൾ പ്രവർത്തിച്ചു, അന്ധകരണം പ്രവർത്തിച്ചു. ഇതൊക്കെ പ്രവർത്തിച്ചത്, പക്ഷേ ഇവയ്ക്കൊന്നും പ്രവർത്തനശേഷിയില്ല. ഏതൊരു ചൈതന്യധന്യത ആശ്രയിച്ചിട്ടാണ് ഇതൊക്കെ പ്രവർത്തിച്ചത്? അത് നിഷ്കമ്പമാണ് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കൂ എന്ന് പറയും. നിഷ്കമ്പമേകം സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. ആ നിത്യ ഉപലബ്ധമായ ആത്മതത്വമാകുന്നു ഞാൻ. നിത്യോപലബ്ധം എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥാന്തരങ്ങളിലും അഭാവം ഇല്ലാത്തത്. ജാഗ്രസ്വപ്ന സുഷുപ്തി അവസ്ഥകളുണ്ട്, ബാല്യ കൗമാര യൗവന വാർദ്ധക്യാദി അവസ്ഥകളുണ്ട്. പിന്നെ വികാരങ്ങൾക്കനുസരിച്ചും അവസ്ഥാഭേദം പറയാം. ഇപ്പം ഇതേതാ കാലം? ഇത് വർത്തമാനകാലമാണ്, ഭൂതകാലമാണ്, ഭാവി കാലമുണ്ട് എന്നിങ്ങനെയൊക്കെ കാലത്തെക്കുറിച്ച് പ്രതിപാദിക്കില്ലേ? ചോദ്യകർത്താവ് പറഞ്ഞു, ഞാനതല്ല ഉദ്ദേശിച്ചത്.
പിന്നെയോ എനിക്കിപ്പോൾ കഷ്ടകാലമാണ്, അപ്പോൾ പിന്നെ നല്ല കാലം വേറെയുണ്ട്. ഇതൊക്കെ അവസ്ഥാന്തരങ്ങളാണ്. ഇവിടെ ഒന്നും തന്നെ ആത്മാവിന് ഉപലബ്ധി ഇല്ലാതെ പോകുന്നില്ല, ഒരിടത്തും അഭാവമില്ല. ഇങ്ങനെ സദാ ഭാവയുക്തമായത് നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ, അങ്ങനെയുള്ള ആത്മാവാണ് ഞാൻ. മുഖാഭാസകോ ദർപ്പണേ ദൃശ്യമാനോ മുഖത്വാത് പൃഥക്ത്വേന നൈവാസ്തി വസ്തു ചിതാഭാസകോധീഷു ജീവോപി തദ്വത് സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. മുഖാഭാസകോ ദർപ്പണേ ദൃശ്യമാനോ മുഖത്വാത് പൃഥക്ത്വേന നൈവാസ്തി വസ്തു ചിതാഭാസകോധീഷു ജീവോപി തദ്വത് സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. ജീവാത്മാവിനെ സംബന്ധിച്ചും പരമാത്മാവിനെ സംബന്ധിച്ചും പല വാദവിവാദങ്ങളുണ്ട്. പരമാത്മാ എന്ന് പറഞ്ഞാൽ സകലമാന വൈവിധ്യ പ്രകടനങ്ങൾക്കും ആധാരസത്തയായി പരിലസിക്കുന്ന ചൈതന്യമാണെന്ന് പരിഗണിച്ചാൽ പരമാത്മാ, പരശബ്ദം കൊണ്ട് ട്രാൻസെൻഡൻ്റൽ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ദേശകാല വസ്തുവാദി യാതൊരു പരിമിതികളും ഏർപ്പെടാത്തത് പരം, ട്രാൻസെൻഡൻ്റൽ, അതീതം, പരമായ ആത്മതത്വം. ആത്മാ എന്ന് പറഞ്ഞാൽ ആധാര കാരണ തത്വം, നിത്യത്വമുള്ളതാണ് ആത്മാവ്. ആത്മാവിൻ്റെ സ്വഭാവം നിത്യമാണ് എന്നുള്ളതാണ്, ചൈതന്യധന്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരമാത്മാവിൽ നിന്നും ജീവാത്മാവ് എങ്ങനെ വേറിട്ടിരിക്കുന്നു?